ന്യൂയോർക്ക് സിറ്റി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട സൊഹ്റാൻ മംദാനി വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. മംദാനി ആവശ്യപ്പെട്ടത് പ്രകാരം വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ അദ്ദേഹം തന്നെ സന്ദർശിക്കുമെന്ന് ട്രംപ് സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കാമെന്നും ട്രംപ് പറഞ്ഞു. ന്യൂയോർക്ക് സിറ്റിയുടെ കമ്മ്യൂണിസ്റ്റ് മേയർ സൊഹ്റാൻ ക്വാമെ മംദാനി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ച നവംബർ 21 വെള്ളിയാഴ്ച ഓവൽ ഓഫീസിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. മംദാനിയുടെ നയങ്ങളെ വിമർശിച്ചിരുന്ന ട്രംപ് നവംബർ 4 തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം മംദാനിയുടെ വിജയം ന്യൂയോർക്ക് സിറ്റിക്ക് സമ്പൂർണ്ണ സാമ്പത്തിക സാമൂഹിക ദുരിതം ആയിരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. തന്റെ വിജയപ്രസംഗത്തിൽ മംദാനി ട്രംപിനെയും അദ്ദേഹത്തിന്റെ പുതുക്കിയ കുടിയേറ്റ നിയന്ത്രണങ്ങളെയും വെല്ലുവിളിച്ചു. ന്യൂയോർക്കിനെ ശക്തിപ്പെടുത്തുന്നത് കുടിയേറ്റക്കാരായിരിക്കുമെന്നും ഇപ്പോൾ ഒരു കുടിയേറ്റക്കാരൻ നയിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരനും മുസ്ലിമുമായ മംദാനി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ് സ്ലിവ്യയെയും വോട്ടെടുപ്പിന് തൊട്ടുമുൻപ് ട്രംപ് പിന്തുണച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി ആൻഡ്രൂ കോമിയെയും പരാജയപ്പെടുത്തിയാണ് മേയറായത്. അതേസമയം വാഷിംഗ്ടൺ പോസ്റ്റ് കോളമിസ്റ്റ് ജമാൽ ഖഷോഗിയുടെ വധത്തെക്കുറിച്ച് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന് അറിയാമായിരുന്നെന്ന US രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. US സന്ദർശനത്തിനായി ചൊവ്വാഴ്ച സൗദി രാജകുമാരൻ വാഷിംഗ്ടണിലെത്തിയപ്പോഴാണ് ട്രംപിന്റെ പ്രതികരണം. 2018-ലുണ്ടായ ഖഷോഗി വധത്തിനു ശേഷം ഇപ്പോഴാണ് സൗദി കിരീടാവകാശി USലെത്തിയത്. സൽമാൻ രാജകുമാരനുമായി ചേർന്ന് ഓവൽ ഓഫീസിൽ നടത്തിയ പത്രസമ്മേളനത്തിനിടെ ഖഷോഗി വധത്തെക്കുറിച്ച് ചോദിച്ച ABC റിപ്പോർട്ടർ മേരി ബ്രൂസിനെ മോശം റിപ്പോർട്ടറെന്ന് ട്രംപ് അധിക്ഷേപിക്കുകയും ചെയ്തു. ആദരണീയനായ വ്യക്തിയെ അപമാനിക്കും വിധം ചോദ്യം ചോദിച്ചതിന് ABCയുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് ഭീഷണി മുഴക്കി. ABCയുടെ വൈറ്റ് ഹൌസ് ചീഫ് കറസ്പോണ്ടന്റാണ് മേരി ബ്രൂസ്. സൗദി കിരീടാവകാശി ശാന്തനായാണ് മറുപടി നൽകിയത്. ജേർണലിസ്റ്റിന്റെ മരണത്തിൽ വേദനയുണ്ട്. എല്ലാ തരത്തിലുമുള്ള ശരിയായ അന്വേഷണം ഞങ്ങൾ നടത്തി. US സൗദി ബന്ധം തകർക്കുക ലക്ഷ്യമിട്ട് സെപ്റ്റംബർ 11 ഭീകരാക്രമണം നടത്തുവാൻ സൗദിക്കാരെ ലാദൻ ഉപയോഗപ്പെടുത്തുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.